സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ ചെയ്യാൻ പോകുന്നത് ഒരു മോഡൽ എക്സാം ആണ്. 50 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ദൈവകണം എന്ന് അറിയപ്പെടുന്നത് ഹിഗ്സ് ബോസോൺ ആണ് ദൈവകണം എന്ന് അറിയപ്പെടുന്നത്. ഓപ്ഷൻ സി, ഹിഗ്സ് ബോസോൺ. കായംകുളം താപവൈദ്യുത നിലയത്തിന് ആരുടെ പേരാണ് നൽകിയിരിക്കുന്നത്? കായംകുളം താപവൈദ്യുത നിലയത്തിന് ആരുടെ പേരാണ് നൽകിയിരിക്കുന്നത്? രാജീവ് ഗാന്ധിയാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, രാജീവ് ഗാന്ധി. കായംകുളം താപവൈദ്യുത നിലയത്തിന് ആരുടെ പേരാണ് നൽകിയിരിക്കുന്നത്? രാജീവ് ഗാന്ധിയാണ്. അടുത്തത്, കേരളത്തിന്റെ വിസ്തീർണം. ഓപ്ഷൻ ഡി, 38,863 ചതുരശ്ര കിലോമീറ്റർ ആണ് കേരളത്തിന്റെ വിസ്തീർണം. 38,863 ചതുരശ്ര കിലോമീറ്റർ. കേരളത്തിൽ കായിക ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? കേരളത്തിൽ കായിക ദിനമായിട്ട് ആചരിക്കുന്നത് ഒക്ടോബർ 13 ആണ് കേരളത്തിൽ കായിക ദിനമായിട്ട് ആചരിക്കുന്നത്. ഓപ്ഷൻ ബി, ഒക്ടോബർ 13. സ്വരാജ് ട്രോഫി നേടിയ ആദ്യ പഞ്ചായത്ത് കഞ്ഞിക്കുഴിയാണ്. കഞ്ഞിക്കുഴി പഞ്ചായത്താണ് സ്വരാജ് ട്രോഫി നേടിയ ആദ്യത്തെ പഞ്ചായത്ത്, കഞ്ഞിക്കുഴി. കേരളത്തിലെ ആകെ മുനിസിപ്പാലിറ്റികളുടെ എണ്ണം 87 ആണ്. കേരളത്തിലെ മുനിസിപ്പാലിറ്റികളുടെ എണ്ണം 87. കേരള ചരിത്രത്തിൽ നടന്ന ജാഥകളും അത് നയിച്ച നേതാക്കളെയും തന്നിരിക്കുന്നു. തെറ്റായ ജോഡി ഏത്? തെറ്റായിട്ടുള്ള ജോഡിയാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് പറഞ്ഞിരിക്കുന്നു, യാചന യാത്ര VT ഭട്ടതിരിപ്പാട്, പട്ടിണി ജാഥ AK ഗോപാലൻ, യുദ്ധവിരുദ്ധ ജാഥ പൊയ്കയിൽ യോഹന്നൻ, സാമൂഹിക പരിഷ്കരണ ജാഥ ആനന്ദ തീർത്ഥൻ. ഇതിൽ തെറ്റായ ജോഡി ഏത് എന്നതാണ് ചോദ്യം. തെറ്റായ ജോഡി ഏതാണ്? ഓപ്ഷൻ ഡി ആണ് തെറ്റായിട്ടുള്ള ജോഡി. സാമൂഹിക പരിഷ്കരണ ജാഥ ആനന്ദ തീർത്ഥൻ എന്ന് തന്നിരിക്കുന്നു. അത് തെറ്റാണ്. സാമൂഹിക പരിഷ്കരണ ജാഥ നയിച്ചത് VT ഭട്ടതിരിപ്പാടാണ്. 1968 മിശ്ര വിവാഹ പ്രചാരണത്തിനായിട്ട് കാഞ്ഞങ്ങാട് നിന്നും ചെമ്പഴന്തി വരെ സാമൂഹിക പരിഷ്കരണ ജാഥ നയിച്ചു VT ഭട്ടതിരിപ്പാട്. അപ്പൊ യാചന യാത്ര ആരാണ് നടത്തിയത്? VT ഭട്ടതിരിപ്പാടാണ്. പട്ടിണി ജാഥ AK ഗോപാലനാണ്. യുദ്ധവിരുദ്ധ ജാഥ പൊയ്കയിൽ യോഹന്നാനാണ്. സാമൂഹിക പരിഷ്കരണ ജാഥ VT ഭട്ടതിരിപ്പാട്. ഏത് വിളയുടെ സങ്കരയിനമാണ് മഞ്ചിമ? ഏത് വിളയുടെ സങ്കരയിനമാണ്? വെണ്ടയുടെ സങ്കരയിനമാണ് മഞ്ചിമ. വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാസംഘം ആരംഭിച്ച വർഷം? ആത്മവിദ്യാസംഘം ആരാണ് ആരംഭിച്ചത്? വാഗ്ഭടാനന്ദനാണ്. വർഷം ഏതാണ്? 1917 വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാസംഘം ആരംഭിച്ച വർഷം ഏതാണ്? 1917. താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായത് ഏത്? ശരിയായതാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ തന്നിരിക്കുന്നു, A, കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നത് കേരളവർമ്മ വലിയ കോയി തമ്പുരാനാണ്. കേരള പുഷ്കിൻ എന്നറിയപ്പെടുന്നത് ONV കുറുപ്പാണ്. കേരള ഹെമ്മിങ്വേ എന്നറിയപ്പെടുന്നത് MT വാസുദേവൻ നായരാണ്. ഓപ്ഷൻ ഡി തന്നിരിക്കുന്നു. എല്ലാം ശരിയാണ്. ഇതിൽ ശരിയായത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. കേരള കാളിദാസൻ, കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ ശരിയാണ്. കേരള പുഷ്കിൻ ONV കുറുപ്പ് ശരിയാണ്. കേരള ഹെമ്മിങ്വേ MT വാസുദേവൻ നായർ ശരിയാണ്. അടുത്ത ചോദ്യം, കേരളം ആദ്യമായിട്ട് സന്തോഷ് ട്രോഫി കിരീടം നേടിയ വർഷം ഏതാണ്? കേരളം ആദ്യമായിട്ട് സന്തോഷ് ട്രോഫി കിരീടം നേടിയ വർഷം 1973.
കഴിഞ്ഞതായിട്ട് നടന്ന 2-3 പരീക്ഷകളിൽ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു, നോക്കി വയ്ക്കാം. കേരളം ആദ്യമായിട്ട് സന്തോഷ് ട്രോഫി കിരീടം നേടിയ വർഷം 1973. സിറിൽ റാഡ്ക്ലിഫിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ പാക് അതിർത്തി നിർണയ കമ്മിറ്റിയിലെ അംഗങ്ങളുടെ എണ്ണം എത്രയായിരുന്നു? സിറിൽ റാഡ്ക്ലിഫിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ പാക് അതിർത്തി നിർണയ കമ്മിറ്റിയിലെ അംഗങ്ങളുടെ എണ്ണം 5. ഓപ്ഷൻ സി 5. ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ ഏത് സംസ്ഥാനക്കാരനാണ്? ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ആരാണ്? ജഗ്ദീപ് ധൻകർ ആണ്. ജഗ്ദീപ് ധൻകർ ഏത് സംസ്ഥാനക്കാരനാണ്? രാജസ്ഥാനാണ്. രാജസ്ഥാൻ. ജഗ്ദീപ് ധൻകർ രാജസ്ഥാൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആ പേര് നിർദ്ദേശിച്ചത് ആരാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന ആ ഒരു പേര് നിർദ്ദേശിച്ചത് ആരാണ്? ദാദാഭായ് നവറോജിയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആ പേര് നിർദ്ദേശിച്ചത് ദാദാഭായ് നവറോജി. ഒരു വ്യക്തിയെ ഒരു കുറ്റത്തിന് ഒന്നിലധികം തവണ ശിക്ഷിക്കാൻ പാടില്ല എന്നത് ഏത് മൗലികാവകാശത്തിന്റെ പരിധിയിൽ വരുന്നതാണ്? ഒരു വ്യക്തിയെ ഒരു കുറ്റത്തിന് ഒന്നിലധികം തവണ ശിക്ഷിക്കാൻ പാടില്ല എന്നത് ഏത് മൗലികാവകാശത്തിന്റെ പരിധിയിൽ വരുന്നതാണ്? സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. കേരളത്തെ അംഗപരിമിത സൗഹാർദ്ദ സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി. കേരളത്തെ അംഗപരിമിത സൗഹാർദ്ദ സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് അനുയാത്ര. പദ്ധതിയുടെ പേര് അനുയാത്ര. ഒരു ശിശു വളർന്നു വരുമ്പോൾ എല്ലുകളുടെ എണ്ണം കൂടുന്നു, വ്യത്യാസം വരുന്നില്ല, കുറയുന്നു, ഓരോ ആളിലും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഒരു ശിശു വളർന്നു വരുമ്പോൾ എല്ലുകളുടെ എണ്ണം കുറയുകയാണ് ചെയ്യുന്നത്. ഓപ്ഷൻ സി ആണ് ഉത്തരം, കുറയുന്നു. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കാർബൺ അടങ്ങിയിട്ടില്ലാത്ത പദാർത്ഥം ഏത്? കാർബൺ അടങ്ങിയിട്ടില്ലാത്ത പദാർത്ഥം. ഓപ്ഷൻസ് തന്നിരിക്കുന്നു. ഡയമണ്ട്, പാചകവാതകം, പ്ലാസ്റ്റിക്, ഗ്ലാസ്. ഇതിൽ കാർബൺ അടങ്ങിയിട്ടില്ലാത്തത് ഓപ്ഷൻ ഡി ആണ്, ഗ്ലാസ് ആണ്. ഗ്ലാസ്. തൃശൂർ പൂരം ആരംഭിച്ച കൊച്ചി രാജാവ്. തൃശൂർ പൂരം ആരംഭിച്ചത് ശക്തൻ തമ്പുരാനാണ്. തൃശൂർ പൂരം ആരംഭിച്ചത് ആരാണ്? ശക്തൻ തമ്പുരാൻ. ഇന്ത്യൻ ദേശീയ പതാകയിലെ നിറങ്ങളുടെ ശരിയായ ക്രമം. ഇന്ത്യൻ ദേശീയ പതാകയിലെ നിറങ്ങളുടെ ശരിയായ ക്രമം. കുങ്കുമനിറം, വെള്ള, പച്ച. കുങ്കുമനിറം, വെള്ള, പച്ച. ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് എവിടെ സ്ഥിതി ചെയ്തു? ICAR. ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച് എവിടെ സ്ഥിതി ചെയ്യുന്നു? ന്യൂഡൽഹിയിലാണ്. ന്യൂഡൽഹി. ICAR സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹി. ഇന്ത്യയിലെ ആകെ സംസ്ഥാനങ്ങൾ. ഇന്ത്യയിലെ ആകെ സംസ്ഥാനങ്ങളുടെ എണ്ണം 28. കേന്ദ്രഭരണ പ്രദേശങ്ങൾ എത്രയാണ്? 8. സംസ്ഥാനങ്ങൾ 28, കേന്ദ്രഭരണ പ്രദേശങ്ങൾ 8. കേന്ദ്ര പുകയില ഗവേഷണ കേന്ദ്രം എവിടെ സ്ഥിതി ചെയ്യുന്നു? കേന്ദ്ര പുകയില ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് രാജമുദ്രയാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, രാജമുദ്രയാണ് കേന്ദ്ര പുകയില ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ക്വിറ്റ് ഇന്ത്യ സമരം നടന്ന വർഷം ഏതാണ്? ക്വിറ്റ് ഇന്ത്യ സമരം നടന്ന വർഷം 1942 ആണ്. ക്വിറ്റ് ഇന്ത്യ സമരം നടന്ന വർഷം 1942. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ 5.5 മണിക്കൂർ മുന്നിൽ, 5.5 മണിക്കൂർ പിന്നിൽ, 7.5 മണിക്കൂർ മുന്നിൽ, 5.5 മണിക്കൂർ പിന്നിൽ. ഓപ്ഷൻ എ ആണ് ഉത്തരം, 5.5 മണിക്കൂർ മുന്നിലാണ്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ 5.5 മണിക്കൂർ മുന്നിലാണ്. അടുത്ത ചോദ്യം, മധ്യപ്രദേശിൽ വജ്രം ഖനനം ചെയ്തെടുക്കുന്ന സ്ഥലം. മധ്യപ്രദേശിൽ വജ്രം ഖനനം ചെയ്തെടുക്കുന്ന സ്ഥലം
പന്നയാണ്. പന്ന ഖനി എവിടെയാണ്? മധ്യപ്രദേശിലാണ് വജ്രം ഖനനം ചെയ്തെടുക്കുന്ന സ്ഥലം. ഓപ്ഷൻ ബി പന്ന. ഇന്ത്യയിലെ ഏറ്റവും പ്രാചീനമായ പർവ്വതനിര ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും പ്രാചീനമായ പർവ്വതനിര ആരവല്ലിയാണ്. ആരവല്ലി പർവ്വതനിരയാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രാചീനമായ, ഏറ്റവും പഴക്കം ചെന്ന പർവ്വതനിര. ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ. ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ ബോംബെ മുതൽ താന വരെയാണ്. ബോംബെ മുതൽ താന വരെയുള്ളതാണ് ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ. ബോംബെ മുതൽ താന വരെ. മൗലിക കടമകളെക്കുറിച്ച്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ കുറിച്ച് ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? തന്നിരിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയിൽ ഇപ്പോൾ 11 മൗലിക കടമകളുണ്ട്. ഇന്ത്യയുടെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കുന്നത് മൗലിക കടമയാണ്. മൗലിക കടമകൾ കോടതിയിലൂടെ സ്ഥാപിച്ചെടുക്കുവാൻ കഴിയുന്നതല്ല. നിർദ്ദേശക തത്വങ്ങൾ കോടതിയിലൂടെ സ്ഥാപിച്ചെടുക്കുവാൻ കഴിയുന്നത് ആണ്. ഓപ്ഷൻസ്: ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 1, 2, 3 എന്നിവ ശരിയാണ്. 1, 2, 3 എന്നിവ ശരിയാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ ഇപ്പോൾ എത്ര മൗലിക കടമകളാണുള്ളത്? 11. ഇന്ത്യയുടെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കുക എന്നത് മൗലിക കടമയാണ്. ശരിയാണ്. മൗലിക കടമകൾ കോടതിയിലൂടെ സ്ഥാപിച്ചെടുക്കാൻ കഴിയുന്നതല്ല. ശരിയാണ്. നിർദ്ദേശക തത്വങ്ങൾ കോടതിയിലൂടെ സ്ഥാപിച്ചെടുക്കുവാൻ കഴിയുന്നതാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. അത് തെറ്റാണ്. അടുത്ത ചോദ്യം: വിഷുവിനൊപ്പം ആഘോഷിക്കുന്ന പഞ്ചാബിലെ പ്രധാന കൊയ്ത്തുത്സവം. വിഷുവിനൊപ്പം ആഘോഷിക്കുന്ന പഞ്ചാബിലെ പ്രധാന കൊയ്ത്തുത്സവമാണ് വൈശാഖി. വൈശാഖി എവിടത്തെയാണ്? പഞ്ചാബിലെ. വിഷുവിനൊപ്പം ആഘോഷിക്കുന്ന പഞ്ചാബിലെ പ്രധാന കൊയ്ത്തുത്സവമാണ് വൈശാഖി. അടുത്ത ചോദ്യം: 1874 വള്ളത്തിൽ യാത്ര ചെയ്യവേ ആക്രമണത്തിനിരയായി കൊല്ലപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? 1874 വള്ളത്തിൽ യാത്ര ചെയ്യവേ ആക്രമണത്തിനിരയായിട്ട് കൊല്ലപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് ആറാട്ടുപുഴ വേലായുധ പണിക്കറാണ്. ആറാട്ടുപുഴ വേലായുധ പണിക്കർ. ആദ്യത്തേതുമല്ല, ദേശീയ തലത്തിലുള്ള സ്വാതന്ത്ര്യ സമരവുമല്ല. 1857 വിപ്ലവത്തെ ഇപ്രകാരം വിശേഷിപ്പിച്ചത് ആരാണ്? ആദ്യത്തേതുമല്ല, ദേശീയ തലത്തിലുള്ള സ്വാതന്ത്ര്യ സമരവുമല്ല. 1857 വിപ്ലവത്തെ ഇപ്രകാരം വിശേഷിപ്പിച്ചത് R.C. മജുംദാർ ആണ്. R.C. മജുംദാർ. സൗരയൂഥത്തിൽ അന്തരീക്ഷമുള്ള ഏക ഉപഗ്രഹം ഏതാണ്? സൗരയൂഥത്തിൽ അന്തരീക്ഷമുള്ള ഏക ഉപഗ്രഹം ടൈറ്റൻ ആണ്. ടൈറ്റൻ. കേരളത്തിലെ ഏത് സാംസ്കാരിക സ്ഥാപനത്തിന്റെ ഔദ്യോഗിക പ്രസിദ്ധീകരണമാണ് കേളി? കേളി എന്നത് ഏത് സ്ഥാപനത്തിന്റെ ഔദ്യോഗിക പ്രസിദ്ധീകരണമാണ്? സംഗീത നാടക അക്കാദമിയാണ്. സംഗീത നാടക അക്കാദമിയുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണമാണ് കേളി. നേവ ടെസ്റ്റ് ഏത് രോഗം നിർണ്ണയിക്കാനാണ് നടത്തുന്നത്? നേവ ടെസ്റ്റ് എയ്ഡ്സ് ആണ്. എയ്ഡ്സ് രോഗനിർണയത്തിന് നടത്തുന്ന ടെസ്റ്റാണ് നേവ ടെസ്റ്റ്. ഒളിമ്പിക്സിൽ പങ്കെടുത്ത മലയാളി നീന്തൽ താരം. ഒളിമ്പിക്സിൽ പങ്കെടുത്ത മലയാളി നീന്തൽ താരം സെബാസ്റ്റ്യൻ സേവ്യർ. ഓപ്ഷൻ എ സെബാസ്റ്റ്യൻ സേവ്യർ. ഒളിമ്പിക്സിൽ പങ്കെടുത്ത മലയാളി നീന്തൽ താരമാണ് സെബാസ്റ്റ്യൻ സേവ്യർ. ഭാരതീയ ബ്രഹ്മ സമാജത്തിന് നേതൃത്വം നൽകിയ നേതാവ് ആരാണ്? ഭാരതീയ ബ്രഹ്മ സമാജത്തിന് നേതൃത്വം നൽകിയത് കേശവ് ചന്ദ്രസെൻ ആണ്. കേശവ് ചന്ദ്രസെൻ. ഭാരതീയ ബ്രഹ്മ സമാജത്തിന് നേതൃത്വം നൽകിയത് കേശവ് ചന്ദ്രസെൻ. കേരളത്തിലെ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ എണ്ണം. ബ്ലോക്ക് പഞ്ചായത്തുകളുടെ എണ്ണം 152. ഓപ്ഷൻ ഡി 152.
ഏതിനെതിരെ നടന്ന സമരത്തിൽ പങ്കെടുക്കവെയുണ്ടായ പോലീസ് മർദ്ദനത്തിലാണ് ലാലാ ലജ്പത് റായ്ക്ക് മരണം സംഭവിച്ചത്? ഏതിനെതിരെ നടന്ന സമരത്തിൽ പങ്കെടുക്കവെയുണ്ടായ പോലീസ് മർദ്ദനത്തിലാണ് ലാലാ ലജ്പത് റായ്ക്ക് മരണം സംഭവിച്ചത്? സൈമൺ കമ്മീഷനാണ്. സൈമൺ കമ്മീഷനെതിരെ നടന്ന സമരത്തിൽ പങ്കെടുക്കവെയുണ്ടായ പോലീസ് മർദ്ദനത്തിലാണ് ലാലാ ലജ്പത് റായ്ക്ക് മരണം സംഭവിച്ചത്. സ്വാമി ദയാനന്ദ സരസ്വതിയുടെ യഥാർത്ഥ നാമം എന്താണ്? സ്വാമി ദയാനന്ദ സരസ്വതിയുടെ യഥാർത്ഥ നാമം മുൾശങ്കർ എന്നാണ്. മുൾശങ്കർ സ്വാമി ദയാനന്ദ സരസ്വതി. താഴെ കൊടുത്തവയിൽ മഴയുടെ തോത് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം, മഴയുടെ തോത് അളക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? പ്ലൂവിയോമീറ്റർ ആണ്. പ്ലൂവിയോമീറ്റർ മഴയുടെ തോത് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് പ്ലൂവിയോമീറ്റർ. ബംഗാൾ വിഭജനത്തെ സംബന്ധിച്ച് ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? ബംഗാൾ വിഭജനം. ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ബ്രിട്ടീഷ് നടപടിക്ക് ഉത്തമ ഉദാഹരണമാണ് ബംഗാൾ വിഭജനം. കഴ്സൺ പ്രഭുവാണ് 1905 ബംഗാൾ വിഭജനം നടപ്പിലാക്കിയത്. ബംഗാൾ ജനത ബംഗാൾ വിഭജനത്തെ വിലാപ ദിനമായാണ് ആചരിച്ചത്. തിരുവിതാംകൂർ സന്ദർശിച്ച ആദ്യ വൈസ്രോയി കഴ്സൺ പ്രഭുവാണ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 1, 2, 3, 4 എന്നിവ. 4 പ്രസ്താവനകളും ശരിയാണ്. ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ബ്രിട്ടീഷ് നടപടിക്ക് ഉത്തമ ഉദാഹരണമാണ് ബംഗാൾ വിഭജനം. ശരിയാണ്. കഴ്സൺ പ്രഭുവാണ് 1905 ബംഗാൾ വിഭജനം നടപ്പിലാക്കിയത്. ബംഗാൾ വിഭജനം നടന്ന വർഷം 1905 ആണ്. ബംഗാൾ വിഭജനം നടപ്പിലാക്കിയതാരാണ്? കഴ്സൺ പ്രഭുവാണ്. ബംഗാൾ ജനത ബംഗാൾ വിഭജനത്തെ വിലാപ ദിനമായാണ് ആചരിച്ചത്. ഡേറ്റ് 1905 ഒക്ടോബർ 16 ആണ്. 1905 ഒക്ടോബർ 16 ശരിയാണ്. തിരുവിതാംകൂർ സന്ദർശിച്ച ആദ്യത്തെ വൈസ്രോയി കഴ്സൺ പ്രഭുവാണ്. ശരിയാണ്. തിരുവിതാംകൂർ സന്ദർശിച്ച ആദ്യത്തെ വൈസ്രോയി ആരാണ് എന്ന് ചോദിച്ചാൽ ആരാണ്? കഴ്സൺ പ്രഭുവാണ്. ശരിയാണ്. അടുത്ത ചോദ്യം. ഡോക്ടർ BR അംബേദ്കർ, തേജ് ബഹാദൂർ സാപ്രു എന്നിവർ പങ്കെടുത്ത വട്ടമേശ സമ്മേളനങ്ങൾ ഏതെല്ലാമാണ്? ഡോക്ടർ BR അംബേദ്കർ, തേജ് ബഹാദൂർ സാപ്രു എന്നിവർ പങ്കെടുത്ത വട്ടമേശ സമ്മേളനങ്ങൾ ഏതെല്ലാമാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 1, 2, 3 എന്നിവ. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്തവരാണ് ഇവർ. ഡോക്ടർ BR അംബേദ്കർ, തേജ് ബഹാദൂർ സാപ്രു. ഇടക്കാല ദേശീയ ഗവൺമെന്റ് രൂപീകരിക്കുക എന്നത് ചുവടെ പറയുന്നവയിൽ ഏതിൻ്റെ പ്രധാന ശുപാർശയാണ്? ഇടക്കാല ദേശീയ ഗവൺമെന്റ് രൂപീകരിക്കുക എന്നത് ചുവടെ പറയുന്നവയിൽ ഏതിൻ്റെ പ്രധാന ശുപാർശയാണ്? ക്യാബിനറ്റ് മിഷൻ ആണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. ക്യാബിനറ്റ് മിഷൻ. ചുവടെ പറയുന്നവയിൽ ശരിയായത് ഏതെല്ലാം? തന്നിരിക്കുന്നു. ശുദ്ധി പ്രസ്ഥാനം ദയാനന്ദ സരസ്വതി, സത്യശോധക് സമാജ് ജ്യോതിറാവു ഫുലെ, സ്വദേശി ബാന്ധവ സമിതി അശ്വിനി കുമാർ ദത്ത്, സോഷ്യൽ സർവീസ് ലീഗ് KM മുൻഷി. ഇതിൽ ശരിയായത് ഏത് എന്നതാണ് ചോദ്യം. ശരിയായത് ഓപ്ഷൻ സി ആണ് ഉത്തരം. 1, 2, 3 എന്നിവ ശരിയാണ്. ശുദ്ധി പ്രസ്ഥാനം സ്ഥാപിച്ചത് ദയാനന്ദ സരസ്വതിയാണ്. ശരിയാണ്. സത്യശോധക് സമാജ് ജ്യോതിറാവു ഫുലെയാണ്. ശരിയാണ്. സ്വദേശി ബാന്ധവ് സമിതി അശ്വിനി കുമാർ ദത്ത്. ശരിയാണ്. സോഷ്യൽ ലീഗ് സർവീസ് സ്ഥാപിച്ചത് നാരായൺ മൽഹാർ ജോഷിയാണ്. നാരായൺ മൽഹാർ ജോഷി. ശുദ്ധി പ്രസ്ഥാനം ദയാനന്ദ സരസ്വതി, സത്യശോധക് സമാജ് ജ്യോതിറാവു ഫുലെ, സ്വദേശി ബാന്ധവ് സമിതി അശ്വിനി കുമാർ, സോഷ്യൽ സർവീസ് ലീഗ് സ്ഥാപിച്ചത് നാരായൺ മൽഹാർ ജോഷി.
അടുത്ത ചോദ്യം, ഝാൻസി റാണി വീരമൃത്യു വരിച്ച വർഷം. ഝാൻസി റാണി വീരമൃത്യു വരിച്ച വർഷം 1858 ജൂൺ 18-നാണ്. 1858 ജൂൺ 18-നാണ് ഝാൻസി റാണി വീരമൃത്യു വരിച്ചത്. 1858 ജൂൺ 18. 1857 വിപ്ലവത്തിലെ ആദ്യ രക്തസാക്ഷിയായ മംഗൾ പാണ്ഡെയെ തൂക്കിലേറ്റിയ വർഷം. 1857 വിപ്ലവത്തിലെ ആദ്യ രക്തസാക്ഷി മംഗൾ പാണ്ഡെയെ തൂക്കിലേറ്റിയ വർഷം 1857 ഏപ്രിൽ 8-ആണ്. 1857 ഏപ്രിൽ 8. ചുവടെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? ശരിയായിട്ടുള്ള പ്രസ്താവനകൾ: താത്യാ തോപ്പിയെ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയത് 1859-ലാണ്. 1859. 1857 വിപ്ലവത്തിന്റെ ബ്രിട്ടീഷ് സൈനിക തലവനാണ് കോളിൻ ക്യാമ്പൽ. 1857 വിപ്ലവ സമയത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറലാണ് കാനിങ് പ്രഭു. ശരിയായ പ്രസ്താവനകൾ ഏത് എന്നതാണ് ചോദ്യം. ഏതാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 1, 2, 3 എന്നിവ ശരിയാണ്. 1, 2, 3 എന്നിവ ശരിയാണ്. താത്യാ തോപ്പിയെ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയ വർഷം 1859 ശരിയാണ്. 1857 വിപ്ലവത്തിന്റെ ബ്രിട്ടീഷ് സൈനിക തലവനാരായിരുന്നു? കോളിൻ ക്യാമ്പൽ. കോളിൻ ക്യാമ്പൽ ശരിയാണ്. 1857 വിപ്ലവ സമയത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരായിരുന്നു? കാനിങ് പ്രഭു ആയിരുന്നു. ശരിയാണ്. താത്യാ തോപ്പിയെ തൂക്കിലേറ്റിയ വർഷം 1859. 1857 വിപ്ലവത്തിന്റെ ബ്രിട്ടീഷ് സൈനിക തലവനാരായിരുന്നു? കോളിൻ ക്യാമ്പൽ ആയിരുന്നു. ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആയിരുന്നത് കാനിങ് പ്രഭു ആയിരുന്നു. 3 പ്രസ്താവനകളും ശരിയാണ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ജനതയുടെ മഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന വിളംബരം. ഇന്ത്യൻ ജനതയുടെ മഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന വിളംബരം 1858 വിളംബരമാണ്. 1858 വിളംബരം. അവസാനത്തെ ചോദ്യം, 1920 കൊൽക്കത്തയിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രത്യേക സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ്? 1920 കൊൽക്കത്തയിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രത്യേക സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ലാലാ ലജ്പത് റായ് ആണ്. ലാലാ ലജ്പത് റായ്. 50 ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ നോക്കിയത്. എല്ലാം പ്രധാനപ്പെട്ട ചോദ്യങ്ങളായിരുന്നു. മുഴുവൻ ക്വസ്റ്റ്യൻസും പഠിക്കുക. അതുപോലെ ഈ ഒരു മോക്ക് ടെസ്റ്റിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. കൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.